24 വയസ്സുള്ള ഒരു മുസ്ലിം പെൺകുട്ടിക്ക് വരനെ ആവശ്യമുണ്ട് കേട്ടോ. ആ മോക്ക് എന്താ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ മെൻസസ് ആവൂല, അതിന് ടാബ്ലറ്റ് കഴിക്കണം. ഗർഭപാത്രത്തിന് വികസനം കുറവാണ്, അതായത് കുട്ടികൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ് കുട്ടികൾ ഉണ്ടാവാൻ എന്നാണ് ഡോക്ടറൊക്കെ പറഞ്ഞത്. എഡ്യൂക്കേഷൻ BCom ആണ് കേട്ടോ പഠിച്ചത്. സ്ഥലം മലപ്പുറം ജില്ലയിലാണ്, എക്സാക്റ്റ് ഏരിയ പറയുന്നില്ല, മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് മക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അതായത് ഇതേപോലെയുള്ള ഗർഭപാത്രം കുട്ടികളുണ്ടാവാൻ ബുദ്ധിമുട്ടുള്ളതുമൊക്കെ അങ്ങനെയൊക്കെ. പുറത്ത് നമ്മളൊരു കല്യാണാലോചന നടത്തുമ്പോൾ ഇത് ഓപ്പണായിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കല്യാണാലോചന ഇവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും, കാരണം ആരോടാണ് പറയുക എന്തെന്നാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ പലരും വിളിക്കാറുണ്ട്, ഇവർക്ക് പറ്റി, അതായത് കുട്ടികൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഈ മോക്ക്, അങ്ങനെയുള്ള ഒരു പാർട്ട്ണറിനെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള പാർട്ട്ണർ തീർച്ചയായിട്ടും നമുക്ക് ചുറ്റും ഉണ്ടാവും. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരു ആളാണെങ്കിൽ, ഇല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാത്തത് വിഷയമല്ല എന്നുള്ള മൈൻഡുള്ള ആളാണെങ്കിലും കുഴപ്പമില്ല, മുമ്പോട്ട് വരിക. ഒരു 30 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആലോചനയാണ് വേണ്ടത്. ദൂരം എന്ന് പറഞ്ഞാൽ മലപ്പുറം കോഴിക്കോടാണ്, മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും. ഇവർ ടോട്ടൽ 3 മക്കളാണ്, ഒരു മോനും 2 പെൺകുട്ടികളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നിങ്ങൾ മുമ്പോട്ട് വരിക. ഇതിൽ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അനാവശ്യമായിട്ട് ആരും ഇതിലേക്ക് വിളിക്കരുത് കേട്ടോ. ഇങ്ങനെ ഒരു കാര്യമാണല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും മോശമായ സംസാരങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് വിളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങളോട് പറയാനുള്ള ദയവേദി നിങ്ങളിൽ വിളിക്കരുത്. 30 വയസ്സിൻ്റെ ഉള്ളിലുള്ള കോഴിക്കോട് ജില്ല അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാരാണ് വിളിക്കേണ്ടത്. കുട്ടികൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടുള്ള ആളുകളിൽ നിന്നുള്ള ആലോചനയാണ് മെയിനായിട്ട് നോക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ തന്നെയാണ്, നിങ്ങൾ അവരെ വിളിച്ച് സംസാരിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഭാവിയിൽ അതൊരു വിഷയമായിട്ട് വരും. ഇപ്പോൾ കുട്ടികൾ ഉണ്ടാകുന്നില്ല, അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചിട്ട് കുട്ടികൾ ഉണ്ടാകുന്നില്ല, ഇതൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെയൊക്കെ കുട്ടികൾ അങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരാൾ വന്നതെന്ന് വിചാരിക്കുക. കാരണം ഇപ്പോൾ കല്യാണാലോചന എന്ന് പറയുമ്പോൾ പെൺകുട്ടികളൊക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ 24 വയസ്സുള്ള ഒരു മോള് എന്ന് പറയുമ്പോൾ അതൊന്നും പ്രശ്നമില്ല എന്നെല്ലാം പറഞ്ഞ് ഇപ്പോൾ കെട്ടിയിട്ട് ഒരു 5-6 വർഷം കഴിയുമ്പോൾ അതൊരു തെറ്റായിപ്പോയല്ലോ, കുട്ടികൾ ഉണ്ടാകുന്നില്ലല്ലോ, എന്നാൽ വേറെ കല്യാണം കൂടി കഴിക്കാമെന്നൊക്കെ തോന്നും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബുദ്ധിമുട്ടുള്ള ആളിൽ നിന്നുള്ള ആലോചന തന്നെ വേണ്ടുള്ളൂ, കുട്ടികൾ ഉണ്ടാവാത്തത്. ഇല്ലെങ്കിൽ അത് 100% ഓക്കെ ഉള്ള, അതിപ്പോൾ അവരെ വിളിച്ച് നിങ്ങൾ സംസാരിച്ച് അവരെന്നോട് പറഞ്ഞ ഡിമാൻഡ് അതാണ്, കുട്ടികൾ ഉണ്ടാവാത്ത ആളിൽ നിന്നുള്ള ആലോചനയാണ് വേണ്ടതെന്നാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും മുമ്പോട്ട് വരിക. വേറെ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നുമില്ല. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇങ്ങനെ തുറന്ന് പറയാൻ പറ്റിയല്ല ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മളൊരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിങ്ങളോട് പറയാണ്, ഇതിലാരും നെഗറ്റീവ് പറയാനും വേറെന്തെങ്കിലും മോശപ്പെട്ടൊരു കാര്യം പറയാനും ഇത് ഉപയോഗിക്കരുതെന്ന് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. നിങ്ങൾ നമ്മുടെ ഒരു കുടുംബത്തിലൊരു മോളാണെന്ന് വിചാരിച്ച് ഷെയർ ചെയ്യണം. 24 വയസ്സേ ഉള്ളൂ. അവളുടെ കല്യാണം വീട്ടുകാരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്, ആഗ്രഹമാണ്. അത് നമുക്ക് എല്ലാവർക്കും കൂടി നല്ല രീതിയിൽ നടത്തി കൊടുക്കണം. നിങ്ങളോട് പറയാനുള്ളത്, ട്രൂ കോളറിൻ്റെ അകത്ത്, അതായത് ഈ വീഡിയോ എടുക്കുന്ന ആൾക്കാർ ചിലർ അധിക പേരും ട്രൂ കോളർ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു പുതിയ സിമ്മായിരിക്കുമല്ലോ എടുക്കുന്നത്. അപ്പോൾ പുതിയ സിമ്മിൻ്റെ അകത്ത് ട്രൂ കോളറിൽ എന്താണോ അടിക്കുന്നത് അതാണ് അവരുടെ ഈ ട്രൂ കോളർ അടിക്കുമ്പോൾ കാണുക. അപ്പോൾ അതിൻ്റെ അകത്ത് വെറുതെ ഓരോന്ന് അടിച്ച് വെക്കരുത് കേട്ടോ. കാരണം അതാണ് ആളുകൾ വിളിക്കുമ്പോൾ കാണുക. ഇതാരും മിസ്യൂസ് ചെയ്യരുത്. വീഡിയോ ചെയ്യുന്ന ആൾ ആദ്യം ആ നമ്പറിൽ ട്രൂ കോളർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ നിങ്ങളെ പേര് തന്നെ അടിച്ച് വെച്ചിട്ടോ. ആളുകൾ പല ഇതാണ് അതിൻ്റെ അകത്ത് ട്രാൻസ് വുമൺ എന്നൊക്കെ അടിച്ചിട്ട്, ഏതോ ഒരു കുട്ടീനൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ വിഷമാണല്ലോ അത്. വേറെ ആൾ വിളിക്കുമ്പോൾ ട്രാൻസ് വുമൺ കാണുമ്പോൾ ട്രാൻസാന്ന് വിചാരിക്കൂലേ, അതൊക്കെ മോശമാണ് കേട്ടോ. ട്രൂ കോളർ യൂസ് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. ഇതൊരു വീഡിയോ ചെയ്യുന്ന നിങ്ങൾ തന്നെ ആദ്യം എന്താണ് ടൈപ്പ് ചെയ്യുന്നത് അതാ വരും, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ.